വഴിയരികിൽ പാവപ്പെട്ടവൻ ചാകാൻ കിടന്നാലും തിരിഞ്ഞു നോക്കാത്ത ഒരു മന്ത്രിപ്പട തന്നെയുണ്ടായിരുന്നു ഇങ്ങ് കേരളത്തിൽ. പിണറായി വിജയൻ 20 വാഹനങ്ങളുടെ അകമ്പടിയോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാഞ്ഞപ്പോൾ മറ്റു മന്ത്രിമാർക്കും സുരക്ഷയൊട്ടും കുറവില്ലായിരുന്നു. 10 കൊല്ലം കേരളത്തിന്റെ നിരത്തുകളിൽ പാവപ്പെട്ടവരെ കണ്ടക ശനിയായിരുന്നു. പിണറായിയുടെ രാജയാത്രയുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരാൾക്കും അതുവഴി പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇനി ആരെങ്കിലും ചോദ്യം ചെയ്താലോ അവന്റെ കാര്യം പോക്കായിരുന്നു. അത്തരം കിരാത ഇടപാടുകൾക്ക് ജനം വോട്ടിംഗ് മെഷീനിലൂടെ അറുതി വരുത്തിയപ്പോൾ മന്ത്രിപ്പട ഒന്നാകെ വീട്ടിലിരുന്നു. പുതിയ UDF സർക്കാരിൽ അത്തരം പ്രവൃത്തികൾ ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചതാണ്. പറഞ്ഞ വാക്ക് അപ്പാടെ പാലിച്ചതോടെ പൊതുനിരത്തുകളിൽ സൈറൺ അടിച്ച് ചീറിപ്പായുന്ന മന്ത്രിപ്പടയുടെ വാഹന വ്യൂഹം അപ്രതീക്ഷിതമായി. മുഖ്യമന്ത്രി പോലും 2-3 വാഹനങ്ങളുടെ അകമ്പടിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റു മന്ത്രിമാർക്കും അത്തരം അംഗരക്ഷകരുണ്ടാകില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് വലിയ ശല്യമില്ലാതെ അവരുടെ യാത്ര തുടരാം. മാത്രമല്ല, വഴിയരികിൽ ആർക്കെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അതിന് ഒരു നിമിഷം പോലും പാഴാക്കാതെ മന്ത്രിമാർ വാഹനം നിർത്തി സഹായം നൽകുമെന്നും ഉറപ്പാണ്. മന്ത്രി T സിദ്ദീഖിൽ നിന്നും സമാനമായ ഒരു പ്രവൃത്തി ഉണ്ടായി. ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവ് പരിക്കേറ്റ് റോഡിലിരുന്നപ്പോൾ അതുവഴി പോയ മന്ത്രിക്ക് വേണമെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. എന്നാൽ സിദ്ദീഖ് തന്റെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. പിന്നാലെ റോഡിലേക്ക് ഇറങ്ങിച്ചെന്ന് യുവാവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും കുടിവെള്ളം അടക്കം നൽകുകയും ചെയ്തു. മറ്റൊരു വാഹനത്തിൽ അവരെ ആശുപത്രിയിലാക്കാനും മന്ത്രി പറഞ്ഞില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഹോസ്പിറ്റലോട് പോകാം. നമ്മുടെ വണ്ടിയിൽ പുള്ളിയാകട്ട് ഹോസ്പിറ്റലോട് പോകും. ചേട്ടാ, ഹോസ്പിറ്റൽ പോകണമെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ പോവാം. വണ്ടി വിളിച്ചേ ഞങ്ങൾ കൊണ്ടുപോകും.